നമ്മൾ പല രീതിയിൽ രസം ഉണ്ടാക്കാറുണ്ടല്ലോ. അതിലൊരു രീതി തയ്യാറാക്കി എടുക്കുന്ന രസമാണിത്. തക്കാളി രസമാണിത്. ഇത് കുറച്ച് തിക്കായിട്ടും എടുക്കാം, നല്ലവണ്ണം നീട്ടിയെടുക്കാവുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതാ ഞാനിവിടെ നല്ല പഴുത്ത ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയുടെ ഒരു അര ഭാഗമോ 1/4 ഭാഗമോ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചാൽ മാത്രം മതിയാകും. അതായത് അതിൻ്റെ പുറത്തെ തൊലിയൊന്ന് പൊട്ടി വന്നാൽ മതിയാകും. വെള്ളം തിളച്ചു തുടങ്ങി ഒരു 2 മിനിറ്റ് മതിയാകും. അതിനുള്ളിൽ തന്നെ എല്ലാത്തിൻ്റെ തൊലി പൊട്ടി വരും. തക്കാളിക്ക് ഉൾഭാഗം വേകണമെന്നൊന്നുമില്ല, തൊലി ഒന്ന് പൊട്ടിക്കിട്ടിയാൽ മാത്രം മതിയാകും. ഇതെല്ലാം ആയിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇതിനി അല്പം ഒന്ന് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ച് മാറ്റി വയ്ക്കണം. ഇത് തക്കാളി അല്പം ഒന്ന് ആറിയതിന് ശേഷം തൊലിയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരയ്ക്കണ്ട, പൾസ് ചെയ്ത് എടുക്കുക. കട്ടകൾ വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കട്ടകളില്ലാതെ അരച്ചെടുക്കുക. ഇനി അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ അരച്ച തക്കാളി ഒഴിക്കാം. ഇനി വെള്ളം ഒഴിക്കാം. നമുക്ക് രസത്തിന് എത്രയും വെള്ളം വേണോ അത്രയും വെള്ളം ഇപ്പോൾ ഒഴിക്കേണ്ടതാണ്. ഇനി ഇത് വറ്റിച്ചൊന്നും എടുക്കുന്നില്ല, ഒന്ന് തിളച്ചാൽ മാത്രം മതിയാവും. അതുകൊണ്ട് എത്രയും വെള്ളം വേണോ അത് കറക്റ്റായിട്ട് ഒഴിക്കുക. ഈ സമയത്തൊന്നും ഗ്യാസ് ഓൺ ആക്കരുത്. പൊടികളും ബാക്കി ഐറ്റംസ് എല്ലാം ചേർത്തതിന് ശേഷം മാത്രമേ ഗ്യാസ് ഓൺ ആക്കാവൂ. ഇപ്പോൾ ഇത് ഓഫാണ്. പാകത്തിന് ഉപ്പ് ചേർക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഈ ഒരളവിന് മല്ലിപ്പൊടിയാണിത്. ഇത്രയും ചേർത്താൽ മതിയാവും. ഒരു 1/2 സ്പൂൺ മതിയാവും. ഇനി കുരുമുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതല്പം കൂടുതലായിട്ട് എപ്പോഴും ചേർക്കുമല്ലോ. ഇനി ജീരകം വറുത്ത് പൊടിച്ചത് ഒരല്പമാണ് ചേർത്തിട്ടുള്ളത്. ഇനി കായപ്പൊടി ചേർക്കാം. ഇനി വാളംപുളി പിഴിഞ്ഞത് ചേർക്കുക. തക്കാളിക്ക് പുളിയുണ്ട്, നിങ്ങളുടെ പുളിക്കനുസരിച്ച് വാളംപുളി ചേർക്കുക. ഒരല്പം കറിവേപ്പിലൂടെ ചേർക്കാം. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. നീളമുള്ള ഗ്ലാസ്സിന് 2-2.5 ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ വരും. കുറച്ച് തിക്കായിട്ടാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചൊഴിക്കുക. കാരണം തക്കാളി അരച്ചത് കാരണം നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി വേണം ഗ്യാസ് ഓൺ ആക്കാൻ വേണ്ടി. ഓൺ ആക്കിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ഒന്ന് തിള വന്നോട്ടെ. ഞാൻ ഈ രസം ഒത്തിരി ഇട്ട് വെട്ടി തിളപ്പിക്കാറില്ല. നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് വരുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാറാണ് പതിവ്. അതുപോലെ വെട്ടിത്തള വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ലാസ്റ്റ് വേണം മല്ലിയില ചേർക്കാനായിട്ട്. മല്ലിയിലൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് പാകമാണോ എന്ന് ചെക്ക് ചെയ്യുക. മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ പല വെറൈറ്റി ചെയ്യാറുണ്ട്, അതിലൊരു രീതിയാണിത്. കടുക് താളിക്കുന്നതിനകത്ത് വറ്റൽമുളക്, ഒരല്പം കറിവേപ്പിലയും ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം കാശ്മീരി മുളക് പൊടിയോടെ ഇട്ട് ഇളക്കിയതിന് ശേഷമാണ് കടുക് താളിച്ചത്. ഇതിൽ വറ്റൽമുളക് ചതച്ചത്, ചെറുള്ളി, ഇഞ്ചി ഇതൊന്നും ചേർക്കാത്ത ഒരു രസമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസം തന്നെയാണ്. രസം എന്ന് പറയുമ്പോഴേ ആ വെള്ളം പോലുള്ളൊരു കറിയുടെ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. കുറച്ച് ഇത് തിക്കായിട്ട് എടുക്കാനായിട്ടും പറ്റും. ഇതിനകത്ത് പച്ചമുളകും വെളുത്തുള്ളിയൊന്നും വഴറ്റാതെ അങ്ങനെ ഡയറക്റ്റല്ല ചേർക്കുന്നത്. ഇത്രയും മാത്രം വെന്താൽ മതിയാകും. നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകാനായിട്ട് മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ. Thanks for watching.